CJP പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷം. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. അയോധ്യ സംഭാവന ക്രമക്കേടിലും ചർച്ച ആവശ്യപ്പെടും. FCRA ഭേദഗതി ബില്ല് അടുത്ത ആഴ്ച സഭയിൽ അവതരിപ്പിക്കും. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയിട്ട് 14 ദിവസമായി. 8 ദിവസമായിട്ടും അമിത്ഷാ പാർലമെന്റിൽ എത്തിയിട്ടില്ല. അമിത്ഷാ മറുപടി പറയുന്നത് വരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്? അമ്പിളി, CJP സമരത്തിൽ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയും നേരിട്ട് പാർലമെന്റിലെത്തി മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റ് വളപ്പിലും ഒപ്പം ഇരുസഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും ശക്തമായ പ്രതിഷേധമാണ് നിലവിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഇത്തരത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് ഈ ഡൽഹി പോലീസ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ ആഭ്യന്തരമന്ത്രിയാണ് മറുപടി പറയാൻ ഉത്തരവാദിത്വമുള്ളത്. ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണുള്ളത്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി മറുപടി പറയണം, അല്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. ഇത് ശക്തമായ പ്രതിഷേധമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായി തടസ്സപ്പെടുത്തുകയും പാർലമെന്റ് വളപ്പിലും ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷം നടത്തുകയും ചെയ്യുന്നത്. എന്നാൽ അതിനെതിരെ രൂക്ഷമായ വിമർശനം കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെ ഭരണപക്ഷത്തുനിന്ന് ഉയർത്തുന്നുണ്ട്. എല്ലാ ദിവസവും ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് പാർലമെന്റ് പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ്. ക്രിയാത്മകമായ ചർച്ചകൾക്കോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചർച്ചകൾക്കോ പാർലമെന്റിൽ അവസരം നൽകാതെ ഒരേ കാര്യം തന്നെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ട് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നു എന്ന വിമർശനമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷത്തിന് നേരെ ഉയർത്തിയത്. ഏതായാലും ഇന്നും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതുകൊണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെടാൻ തന്നെയാണ് സാധ്യത. അതേസമയം ഇന്നലെ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഈ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം എന്നൊരു നിർദ്ദേശം രാജ്യസഭാ ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി പ്രതിപക്ഷം വിളിക്കുന്ന മുദ്രാവാക്യം അമിത്ഷാ സഭയിലെത്തണമെന്നുള്ളതും അമിത്ഷാ മറുപടി പറയണം എന്നുള്ളതുമാണ്. പ്രതിപക്ഷത്തിന്റെ ഈ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന് രാജ്യസഭാ ചെയർമാനായിട്ടുള്ള ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നൽകിയിട്ടുള്ളത്. ഏതായാലും അമിത്ഷാ സഭയിലെത്തുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം FCRA നിയമ ഭേദഗതി ബിൽ, വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ കർശനമാക്കുന്ന ബില്ല് അടുത്ത ആഴ്ച സഭയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ ചർച്ചകൾക്ക് മറുപടി പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകും. അമ്പിളി, ശരി. CJP പോലീസ് നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതായത് അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ്. അമിത്ഷാ പാർലമെന്റിൽ എത്തുമോ, ഈ പ്രതിഷേധത്തിന് മറുപടി പറയുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.